ഞങ്ങളിപ്പോ മണ്ണുത്തിയിലാണ് നിൽക്കുന്നത്. ഏതൊരമ്മമാർക്കും ഒരുപാട് ഹോബീസ് ഉണ്ടാവും. അതിൽ എൻ്റെ അമ്മയ്ക്കും ഉണ്ട് ഒരു ഹോബി, വീടുകൾ മൊത്തം ചെടികൾ വെച്ച് നിറയ്ക്കുക എന്നുള്ളത്. ഇപ്രാവശ്യം അമ്മ ആവശ്യപ്പെട്ടത് കുറച്ച് റംബൂട്ടാൻ ചെടികളാണ്. അപ്പോൾ അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു വെച്ചാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും അങ്ങോട്ടൊന്ന് വെച്ച് പിടിക്കാന്ന് വിചാരിച്ചു. പോയിറങ്ങിയതും കണ്ടത് അവിടെയുള്ള ഒരു ചേച്ചിനെയാണ്. ചേച്ചിയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ചേച്ചി വലിയൊരു സംഭവമാണെന്ന്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഗൈഡൊക്കെ ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ചെടികളെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി പല ചെടികളിനെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പോഴാണ് ശരിക്കും എൻ്റെ ബോധം പോയത്. നമ്മുടെ നാട്ടിൽ ഇത്ര അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ചേച്ചിയുടെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആ നേഴ്സറിയുടെ ഓണർ വന്നത്. അപ്പോൾ ഓണറിനെയും ഞാനൊന്ന് പരിചയപ്പെട്ട് വെച്ചു. പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇവിടെയുള്ള മിക്ക പ്ലാന്റ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന മറയൂർ ചന്ദനത്തിൻ്റെ തൈകൾ വരെ ഇവിടെ ലീഗലായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ കിട്ടുന്ന ചെടികളൊക്കെ പ്രോപ്പറായിട്ട് ഇവിടെ ബഡ് ചെയ്ത് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ ചെടികൾക്ക് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ എല്ലാം ഇവിടെ തന്നെ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അത്രേ. നമ്മുടെ റംബൂട്ടാൻ ചെടി റെഡി ആയതും എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.